അഡ്വക്കേറ്റ് നൂർബിന റഷീദാണ് നമ്മളോടൊപ്പം ചേരുന്നത്. മുസ്ലിം ലീഗ് സമാനതകളില്ലാത്ത വിധം 2 വനിതാ കാൻഡിഡേറ്റ്സിനെയാണ് മുന്നോട്ട് വെച്ചിരിക്കുന്നത്. ആ സമയത്തും എന്താണ് മാഡത്തിന് തോന്നുന്നത്? അല്ല, വനിതകളെ വെച്ചിട്ടുണ്ട്, ശരിയാണ്, അത് നല്ല തന്നെയാണ്, സ്വീകാര്യമാണ്. പാർട്ടി പറഞ്ഞ പത്രികകളൊക്കെ രണ്ട് കൈ നിന്നിട്ട് സ്വീകരിക്കുന്നുണ്ട്. പക്ഷേ വനിതാ ലീഗ് എന്നൊരു രാഷ്ട്രീയ പ്രസ്ഥാനത്തെ ശക്തമായൊരു പോഷക സംഘടനയെ പരിഗണിച്ചില്ല എന്നുള്ളത്, ഇത് നൂർബിന റഷീദിൻ്റെ വാക്കുകളല്ല, നൂർബിന റഷീദിന് വേണ്ടി സംസാരിക്കുന്നല്ല, വേദനിച്ച ഒരുപാട് പറ്റം വനിതാ ലീഗിൻ്റെ പ്രവർത്തകർക്ക് വേണ്ടിയിട്ടാണ് സംസാരിക്കുന്നത്. ഇതിനു മുമ്പും ഇത്തരത്തിൽ വനിതകൾക്ക് വേണ്ടി ഏറ്റവും കൂടുതൽ സംസാരിച്ചിട്ടുള്ള ഒരു വ്യക്തിയാണ് നൂർബിന റഷീദ്. വനിതാ ലീഗിൽ ഇതിനു മുമ്പും ഇത്തരത്തിലുള്ള പരിഗണന കിട്ടിയിട്ടുണ്ടോ സത്യത്തിൽ? അല്ല, വനിതാ ലീഗിന് വേണ്ടിയിട്ട് പാർട്ടിക്കകത്ത് സംസാരിച്ചുകൊണ്ടേയിരിക്കുന്നുണ്ട്. പാർട്ടി വനിതാ ലീഗ് ഉണ്ടാക്കിയ അന്ന് മുതൽ ഇന്നലെ മെഞ്ഞാന്ന് വരെ ഞാൻ സംസാരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. സംസാരിക്കേണ്ടതും പറയേണ്ടതും എൻ്റെ ബാധ്യതയാണെന്ന് വിശ്വസിച്ചിട്ടാണ് ഞാൻ ഈ വനിതാ ലീഗ് സംഘടനയെ വളർത്തിയെടുത്തത്. തീരുമാനമെടുക്കേണ്ട ബോഡികൾ തീരുമാനം എടുത്തോട്ടെ, എൻ്റെ ഡ്യൂട്ടി ചെയ്തു എന്നുള്ളൊരു സംതൃപ്തിയെ എനിക്ക് വേണ്ടുള്ളൂ. വനിതാ ലീഗ് പ്രവർത്തകരോട് എന്താണ് നൂർബിന റഷീദിന് മറുപടി പറയാൻ പറ്റുക? നമ്മൾ സംസാരിക്കുന്നുണ്ട്, പക്ഷേ അവരോട് മറുപടി പറയേണ്ട ഒരു ബാധ്യതയുണ്ടല്ലോ. അല്ല, വനിതാ ലീഗിൻ്റെ പ്രവർത്തകരുമായി ഞങ്ങൾ ഇപ്പോഴും സംവദിച്ചുകൊണ്ടേയിരിക്കുകയാണ്. അവരുടെ വിഷമങ്ങൾ കേൾക്കുന്നു, പ്രയാസങ്ങൾ കേൾക്കുന്നു, അവരുടെ ആവശ്യങ്ങൾക്കനുസരിച്ച് വനിതാ ലീഗിന് വേണ്ടി സംസാരിച്ചു കൊണ്ടേയിരിക്കുന്നു. ഇത്രയും നാളും 40 വർഷക്കാലവും വനിതാ ലീഗിനെ വളർത്തിയെടുക്കേണ്ടതിനാണ് പാർട്ടിക്കുള്ളിൽ സംസാരിച്ചിട്ടാണ് വനിതാ ലീഗിന് ഓരോന്നും നേടിക്കൊടുത്തത്. ലീഗ് നേതൃത്വത്തിൻ്റെ പരിഗണന എന്താണ് എന്നാണ് അവർ പറയുന്നത്? മാഡം സംസാരിക്കുന്ന സമയത്ത് ഈ പറഞ്ഞ പോലെ നമ്മൾ ഒരു വൺ സൈഡ് ടോക്ക് അല്ലല്ലോ ഉണ്ടാവുക. അല്ല, അവരൊരു പരിഗണനയും പറഞ്ഞിട്ടില്ല. ഞങ്ങൾ പറയുന്നു, അവർ കേൾക്കുന്നു, അതിനപ്പുറം ഞങ്ങൾ അറിയില്ല. ഞാൻ ചോദിക്കുന്നത്, ഈ പറഞ്ഞ പോലെ തന്നെ ഈ ഒരു കാൻഡിഡേറ്റ് തീരുമാനിക്കുന്ന സമയത്ത് സ്വാഭാവികമായും സംഘടനാപരമായ ചർച്ചകൾ നടക്കുമല്ലോ. സ്വാഭാവികമായും മാഡം ഉന്നയിക്കുന്ന വിഷയങ്ങളോട് എന്തെങ്കിലും മറുപടി ഉണ്ടാകുമല്ലോ. എന്താണ്? വനിതാ ലീഗ് എന്ന രീതിയിൽ ഒരു ചർച്ചയും നടന്നിട്ടില്ല. വനിതാ ലീഗിന് വേണ്ടി ഞാൻ സ്വമേധയാ സംസാരിക്കാന്നല്ലാണ്ട്. ഈ ഒരു വിഷയം ഉണ്ടായ സമയത്ത് അതൃപ്തി പ്രകടിപ്പിച്ച സമയത്ത് എന്താണ് പറയുന്നത്? ഇല്ല, അതൃപ്തി എന്നല്ലല്ലോ, ഞാൻ ഇന്നലെ മുതൽ നേതൃത്വത്തോട് സംസാരിച്ചിട്ടില്ല. സ്ഥാനാർത്ഥി പ്രഖ്യാപനം വരെയേ ഞാൻ സംസാരിച്ചിട്ടുള്ളൂ. അതിനുശേഷം സംസാരിച്ചിട്ടില്ല. നേതാക്കൾ ആരെങ്കിലും ബന്ധപ്പെട്ടോ? ഇല്ല, നേതാക്കന്മാർ ബന്ധപ്പെടുകയും ചെയ്യില്ല. എനിക്കറിയാം. അപ്പം എങ്ങനെയാണ് സംഘടനയുമായി മുന്നോട്ട് പോവുക തന്നെയാണോ കാര്യം? സംഘടന എന്ന് പറയുന്നത്, ഞാൻ 40 വർഷം എല്ലാം മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് മുസ്ലിം ലീഗ് എന്ന പ്രസ്ഥാനത്തിൽ വന്നത്. ഞാൻ ഈ വനിതാ ലീഗായിട്ട് നിന്നുകൊണ്ട് മുസ്ലിം ലീഗിന് വേണ്ടി ജീവൻ ഉള്ളിടത്തോളം കാലം പ്രവർത്തിച്ചുകൊണ്ടേയിരിക്കും. പരിഗണന ഇല്ലാത്ത സമയത്തും അതിപ്പോൾ ഞാൻ പറഞ്ഞ 40 കൊല്ലമായില്ലേ നമ്മൾ വനിതാ ലീഗിനെ ഇങ്ങനെ പ്രവർത്തിച്ചുകൊണ്ടേയിരിക്കുന്നു. വനിതാ ലീഗിന് വേണ്ടിയിട്ട് എന്തൊക്കെ നേടിക്കൊടുക്കാൻ പറ്റും അതിനുവേണ്ടി സംസാരിച്ചുകൊണ്ടേയിരിക്കും. മുസ്ലിം ലീഗിൻ്റെ തീരുമാനങ്ങളിൽ ഭാവിയിൽ ഇത്തരത്തിൽ സംഘടനാപരമായ കാര്യങ്ങൾ കൂടെ പരിഗണിക്കുമെന്ന് കരുതുന്നുണ്ടോ? ഭാവിയിൽ വിശ്വസിക്കുന്നില്ല. ഭാവി എൻ്റെ കയ്യിലല്ല ഉള്ളത്, ആരുടെയും കയ്യിലല്ല. വർത്തമാനം. ഏതായാലും ഇതിനകത്ത് വനിതാ ലീഗിന് കാര്യമായ പരിഗണന കിട്ടിയില്ല എന്നുള്ള പരാതി ഉന്നയിക്കുന്ന സമയത്ത് തന്നെ സംഘടനയുമായി ചേർന്ന് പോകുമെന്നുള്ള അഭിപ്രായം തന്നെയാണ് നൂർബിന റഷീദ് പറയുന്നത്.